ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, അനുദിന മന്ന നോമ്പുകാല ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യമാണ്. 14-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച ജനത മരുഭൂമി യാത്രയിൽ ദൈവത്തിനെതിരായി മോശയ്ക്കെതിരായി വെറുതെടുത്തപ്പോൾ ദൈവം പിച്ചള സർപ്പത്തെ അയക്കുകയും അതിന് ദംശനമേറ്റ നിരവധി വ്യക്തികൾ മരിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. അനുദപിച്ച് മോശയോട് പ്രാർത്ഥിക്കുവാൻ പറയുന്ന ജനതയ്ക്ക് വേണ്ടി ദൈവം മോശയോട് പറയുന്നുണ്ട്, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ അതിനെ നാട്ടുക എന്നുള്ളതാണ്. ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ സർപ്പത്തിന്റെ ദംശനത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, അവർ ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്ന വേദവാക്യം. ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ക്രിസ്തോസ്റ്റം പറഞ്ഞു വയ്ക്കുന്നു, ദൈവം ഈ ലോകത്തെ രക്ഷിക്കുവാൻ തന്റെ വേലക്കാരെയോ കൂലിക്കാരെയോ ഒന്നുമല്ല അയച്ചത്, തന്റെ ഏകജാതനെ തന്നെയാണ്. അതിന് ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു എന്നുള്ളതാണ്. എന്താണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തന്റെ ഏകജാതനെ അയച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് തന്റെ ഏകജാതൻ നമ്മെ രക്ഷിച്ചത് എന്ന് ഓർത്താൽ ഇത് കുരിശുമരണത്തിലൂടെയാണ്. സ്നേഹിതന് വേണ്ടി ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കുരിശുമരണത്തിലൂടെ അവന്റെ ജീവിതം നമുക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ അകൃത്യങ്ങൾക്കും വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. അങ്ങനെ പാപമില്ലാത്തവൻ ഭാവിയായി തീർന്ന് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി നമ്മളെ വെണ്മയുള്ളവനാക്കി. എന്താണ് തിന്മ എന്ന് ചോദിച്ചാൽ, പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ കൂടുതലായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആരാണ് പ്രകാശം എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്നേഹിക്കുവാനും ആ പ്രകാശത്തിൽ വസിക്കുവാനും ആ പ്രകാശത്തിലൂടെ നടക്കുവാനും നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോമ്പിലൂടെ ദൈവത്തെയും മനുഷ്യരെയും പ്രീതി പറ്റുവാനും മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുവാനുമുള്ള വലിയ ആഹ്വാനമാണ് നോമ്പുകാലം തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് നോക്കാം, ഒരു വിചിന്തനം ചെയ്യാം. ഞാൻ പ്രകാശത്തിലാണോ അന്ധകാരത്തിലാണോ ജീവിക്കുന്നത് എന്ന്. അന്ധകാരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശത്തിലേക്ക് വരുവാനുള്ള ഒരു അവസരമാണ് ഈ നോമ്പുകാലം. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് നോക്കുവാനും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാനും നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.